CSR ഫണ്ടിന്റെ പേരിൽ തട്ടിപ്പ് നടത്തിയ അനന്തു കൃഷ്ണനെതിരെ തൊടുപുഴയിൽ കൂടുതൽ ആളുകൾ പരാതി നൽകുന്നു. പോലീസിനും മുഖ്യമന്ത്രിക്കും പരാതി നൽകുമെന്ന് വനിതകൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നുണ്ട്. രാഹുൽ വിജയൻ ചേരുന്നു ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി. രാഹുൽ, വൻ തട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ കുറഞ്ഞു പോകും. അത്രയും വലിയ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. ഓരോ പോക്കറ്റുകളിൽ നിന്നും ഗ്രാമീണ മേഖലയിൽ നിന്നുമൊക്കെ കൂടുതൽ പേർ രംഗത്ത് വരുന്നു. അവിടെ ഇപ്പോൾ കൂടുതൽ പേർ രംഗത്ത് വന്നിരിക്കുന്നു എന്ന് മനസ്സിലാകുന്നു. ഏത് രീതിയിലാണ് അവരുടെ പ്രതിഷേധം? എങ്ങനെയാണ് അടുത്ത നിയമ നടപടി? സ്മിത, കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുകളിൽ ഒന്നാണ് നടന്നിരിക്കുന്നത് നിസ്സംശയം പറയാൻ കഴിയും. ഇതിനോടകം തന്നെ 400 കോടിയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമായിട്ടുള്ളതാണ്. ഇടുക്കിയിൽ കൂടുതൽ ആളുകൾ പരാതി നൽകുന്നുണ്ട്. ഈ അനന്തു കൃഷ്ണന്റെ നാട് ഇടുക്കിയാണ്, തൊടുപുഴയാണ്. അവിടെ കൂടുതൽ പരാതികൾ വരുന്നു എന്നുള്ളതാണ്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ നിരവധി സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ പരാതി കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഏകദേശം 50 ആളുകളോളം ഈ പരാതി കൊടുക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. അനന്തകുമാർ എന്ന് പറയുന്ന മറ്റൊരാൾ കൂടി ഇതിൽ പ്രധാനപ്പെട്ട ഈ NGOയുടെ ചെയർമാനായിട്ടുള്ള അനന്തകുമാർ എന്ന് പറയുന്ന ആൾ കൂടിയുണ്ട്. അയാൾക്കെതിരെയും പരാതി കൊടുക്കും. മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി കൊടുക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് പറയുന്നത്. പൈസ നഷ്ടപ്പെട്ട 1 ലക്ഷത്തോളം രൂപ ഉൾപ്പെടെ നഷ്ടപ്പെട്ട ആളുകൾ നിരവധിയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചേച്ചി, എത്ര രൂപയാണ് നിങ്ങൾ എനിക്ക് 60,000 രൂപ കിട്ടാനുണ്ട്. പിന്നെ 5,900 ഞങ്ങൾ അടച്ചില്ലായിരുന്നു. പിന്നെ വക്കീൽ ഫീസ് ആവുന്ന ഞങ്ങൾ അടച്ചു 60 രൂപ കിട്ടാനുണ്ട്. പിന്നെ 3,200 നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേക്കും 3,200 അടച്ചിട്ടുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ മാസം 7-ാം തീയതി റീഫണ്ട് കൊടുത്തതാണ്. ഈ മാസം അപ്പം അവർ പറയണേ ഷക്കീല എന്നുള്ള ആളാണ് ഞങ്ങൾ ഇത് ചേർത്തേക്കണത്. അപ്പോൾ അയാൾ ഡൽഹിയിലാണ്, ബോംബെയിലാണ്. ഞങ്ങൾ എന്നും വിളിക്കുമായിരുന്നു. അപ്പോൾ ഓരോ കാരണങ്ങളാണ് പുള്ളിക്കാർ പറയുന്നത്. മഞ്ജു ഷാൻ എന്ന് പറയുന്ന ഒരാളുടെ പേര് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, അത് വേറൊരു സ്ഥലത്തെ കോർഡിനേറ്ററാണ്. ഇടവെട്ടിയിലാണോ മഞ്ജുഷാന? ഇടവെട്ടിയിലാണ് മഞ്ജുഷാന. അങ്ങനെ അത് തന്നെയാണ്. ഈ കോർഡിനേറ്റർമാർ പലരും ഇപ്പോൾ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല, അവരെ കിട്ടുന്നില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ പോലും അവർ കൂട്ടാക്കുന്നില്ല. ചിലർക്ക് ഭീഷണി സന്ദേശം ഉൾപ്പെടെ പേഴ്സണലായിട്ട് ആളുകൾ ഈ കോർഡിനേറ്റർമാർ അയക്കുന്നു എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം കൂടി ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നിലവിൽ ഇടുക്കിയിൽ 347 പരാതികളാണ് ലഭിച്ചിട്ടുള്ളത്. അതിൽ വളരെ കുറച്ച് കേസുകൾ മാത്രമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പലരുടെയും കേസുകൾ എടുക്കാൻ പോലീസ് സ്റ്റേഷനിൽ തയ്യാറാകുന്നില്ല എന്നുള്ള പരാതി കൂടി ഈ ആളുകൾക്കുണ്ട്, ഈ പണം നഷ്ടപ്പെട്ട ആളുകൾക്കുണ്ട് എന്നുള്ള കാര്യം കൂടി പറയേണ്ടതുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ പരാതിയുമായി കൂടുതൽ ആളുകൾ രംഗത്തേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. ഇടുക്കിയിൽ എല്ലാ ബ്ലോക്കുകളിലും തന്നെ ഈ സീഡ് സൊസൈറ്റികൾ രൂപീകരിച്ചിരുന്നു. അവിടെ ഓരോ ബ്ലോക്ക് കോർഡിനേറ്റർമാരുണ്ടായിരുന്നു. അവരെല്ലാവരും തന്നെ ഒരു പഞ്ചായത്തിൽ, ഒരു വാർഡിൽ കണക്ക് നോക്കുകയാണെങ്കിൽ ശരാശരി 1000-ഓളം ആളുകൾ ഈ സീഡ് സൊസൈറ്റിയിൽ അംഗമായിട്ടുണ്ട്, ഭാഗമായിട്ടുണ്ട്. 350 രൂപ മെമ്പർഷിപ്പ് കൊടുത്താണ് ഈ ആളുകളെല്ലാവരും ഈ സീഡ് സൊസൈറ്റിയുടെ ഭാഗമായിട്ടുള്ളത് എന്ന് കൂടി മനസ്സിലാക്കുന്നു. എന്തായാലും വലിയ ഒരു തട്ടിപ്പ് നടന്നിരിക്കുന്നു. അതിൽ കൂടുതൽ പരാതികൾ വരുന്നു. അനന്തു കൃഷ്ണൻ തട്ടിയെടുത്തത് എത്ര കോടിയാണ് എന്ന് കണക്കാക്കാൻ പോലും കഴിയാത്ത വിധത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്മിത, ശരി. രാഹുൽ വിജയനാണ് തട്ടിപ്പിന്റെ കൂടുതൽ പരാതികൾ പുറത്തു വരുമ്പോൾ അതിന്റെ വിശദാംശങ്ങൾ നൽകിയത്.